നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് അമ്മമാരെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ആകാംക്ഷയായില്ലേ ഏതാണ് ആ അമ്മമാരെന്ന്? ആ രണ്ട് അമ്മമാര് നമുക്കറിയുന്നവർ തന്നെ. ഒന്ന് തമിഴകത്തിൻ്റെ അമ്മ ജയലളിത, ഒന്ന് മലയാളിയുടെ അമ്മ, മലയാളിത്തത്തിൻ്റെ അമ്മ കവിയൂർ പൊന്നമ്മ. ഈ രണ്ട് അമ്മമാരെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഈ രണ്ട് അമ്മമാർക്കും കുറച്ചേറെ സമാനതകൾ ഉള്ളത് കൊണ്ടാണ് നാം സംസാരിക്കുന്നത്. ജയലളിത വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു. കവിയൂർ പൊന്നമ്മ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെ വിട്ടുപിരിഞ്ഞു. രണ്ടുപേരും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് അന്ത്യം സംഭവിച്ചത്. ജയലളിത തമിഴകത്ത് കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ വീട് റെയ്ഡ് ചെയ്യുന്ന ഒരവസ്ഥ വന്നു. വീട് റെയ്ഡ് ചെയ്യുക മാത്രമല്ല, അവിടെ നിന്ന് അവരുടെ ജംഗമ വസ്തുക്കളൊക്കെ കണക്കെടുക്കുകയും ഒക്കെ ചെയ്തു, കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ മലയാള വാർത്തകളിൽ അന്ന് TV എല്ലാ വീടുകളിലൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. പത്രങ്ങളിൽ കൂടിയാണ് നമ്മൾ കൂടുതലും അറിഞ്ഞത്. അതിൽ ജയലളിതയുടെ വീട്ടിലെ ചെരുപ്പിൻ്റെ ഫോട്ടോ ചില പത്രങ്ങൾ വലുതാക്കി കൊടുത്തു. 600 ജോഡി ചെരുപ്പുകൾ അവരുടെ കൈവശമുണ്ടെന്ന്. വേറെ ചില പത്രങ്ങൾ ഇത്ര ഡ്രസ്സ് ഉണ്ടെന്ന് എഴുതി. എനിക്കതിൽ വിഷമം തോന്നി, അന്നേ വിഷമം തോന്നിയിരിക്കുന്നു. കാരണം 600 ജോഡി ചെരുപ്പുകൾ അവരുടെ കൈവശമുള്ളത് എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? അവർ സിനിമാ നടിയാണ്, വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നവരാണ്, ധാരാളം സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പോഴൊക്കെ ഉപയോഗിച്ച ചെരുപ്പുകളൊക്കെ ആയിരിക്കാം അത്. ചിലപ്പോഴൊക്കെ നിർമ്മാതാക്കൾ ചെരുപ്പുകൾ കൊണ്ടുവരും ഒന്നായിട്ട് അഭിനയിക്കേണ്ടവർക്ക്. ചിലരൊക്കെ വീടുകളിൽ നിന്ന് നല്ലത് നോക്കി കൊണ്ടുവരും. അവനവന് പറ്റുന്ന, ചിലപ്പോൾ പറ്റാത്ത ചെരുപ്പുകൾ ഇടേണ്ടി വരും. ചിലപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ നമുക്ക് പറ്റിയ ചെരുപ്പുകൾ ചിലപ്പോൾ ലഭിക്കില്ല. അപ്പോൾ സാധാരണ അവർ തന്നെ അവർക്ക് വേണ്ട ചെരുപ്പുകൾ കൊണ്ടുവരികയായിരിക്കും. നമ്മളെ നടന്മാരും നടികളൊക്കെ വിദേശങ്ങളിലൊക്കെ പോയി ഇഷ്ടം പോലെ ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ടുവരും. ചെരുപ്പുകൾ, ബ്രേസ്ലെറ്റുകൾ, കണ്ണടകൾ, വാച്ചുകൾ, അവർക്ക് വേണ്ടതൊക്കെ അവർ വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ അത് ഓരോ സിനിമയുടെ കഥയ്ക്കനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് അതിന് പറ്റിയ ഡ്രസ്സ് അവർ ഉപയോഗിക്കും. അതല്ലെങ്കിൽ നിർമ്മാതാക്കൾ കൊടുക്കും. നിർമ്മാതാക്കൾ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു വാന് നിറയെ, അല്ലെങ്കിൽ ഒരു മിനി ബസ് നിറയെ ഡ്രസ്സായിരിക്കും ആങ്കറിൽ തൂക്കിയിട്ടിരിക്കുക പലതരത്തിൽ. അത് കോസ്റ്റ്യൂം ഡിസൈനേഴ്സാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഇഷ്ടമുള്ള അളവ് അനുസരിച്ചുള്ള ഡ്രസ്സുകൾ എടുത്തു കൊടുക്കും. ചെരുപ്പുകളോ ഷൂസുകളോ ഒക്കെ എടുത്തു കൊടുക്കും. പക്ഷേ അതെല്ലാം തിരിച്ച് വാങ്ങും ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ. ഷൂട്ടിങ് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് തിരിച്ചു വാങ്ങും, നാളെ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതേ സമയത്ത് നടന്മാരോ നടികളോ അവർ വാങ്ങിക്കുന്ന ഡ്രസ്സുകളുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോകാം. പക്ഷെ ഒരു കാരണമുണ്ട്, രണ്ടാമതൊന്ന് റീഷൂട്ട് ചെയ്യേണ്ടി വന്നാൽ അന്ന് അഭിനയിച്ച അതേ സ്ഥലത്ത്, അതേ ലൊക്കേഷനിൽ, അതേ ഡ്രസ്സ്, അതേ അന്നുപയോഗിച്ച കണ്ണടയും അന്നുപയോഗിച്ച വാച്ചും അന്നുപയോഗിച്ച ബ്രേസ്ലെറ്റും അന്നുപയോഗിച്ച ചെരുപ്പുമൊക്കെ ആയിരിക്കണമെന്ന് കണ്ടിന്യൂറ്റി വേണം. ഇതിനൊക്കെ സിനിമ പണ്ട് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ് ചെയ്യുക, ഓരോ സീനിലും ഓരോരുത്തരും ഉപയോഗിച്ച വസ്തുക്കൾ. ഇന്നതൊന്നും വേണ്ട. ഇന്ന് മൊബൈലിൽ ഫോട്ടോ എടുത്ത് വയ്ക്കാം, ക്യാമറയിൽ എടുത്ത് വയ്ക്കാം, വീഡിയോ എടുത്ത് വയ്ക്കാം, ഒരാവശ്യവുമില്ല. മാത്രമല്ല ഷൂട്ട് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ കാണുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അവസരങ്ങൾ സിനിമയിൽ അഭിനയിക്കുമ്പോഴും മാത്രമല്ല, അവരുടെ പ്രശസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകയാണ്, മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോഴൊക്കെ അവർക്ക് പൊതുചടങ്ങുകളിലും മറ്റും പങ്കെടുക്കാനൊക്കെ ചെരുപ്പുകൾ ആവശ്യമുണ്ട്. അങ്ങനെ ആയിരിക്കാം ആ ചെരുപ്പുകൾ വന്നത്. ഇതൊന്നുമല്ല ഇവിടെ പ്രശ്നം. അവരുടെ വീട്ടിൽ, ജയലളിതയുടെ വീട്ടിൽ 10,000 ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു, 10,000 പുസ്തകങ്ങൾ, ഒരു ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു. അത് പത്രം എഴുതിയില്ല. ഇത് ഞാൻ പല പ്രാവശ്യം, ഏകദേശം ഒരു 2 പ്രാവശ്യമെങ്കിലും ഞാൻ FBയിൽ എഴുതിയിരുന്നു.
അവരുടെ ചെരുപ്പുകളുണ്ട്, വസ്ത്രങ്ങൾ കണ്ടെടുത്തു, പക്ഷെ പുസ്തകങ്ങളുള്ളത് എഴുതിയില്ല. എന്താ പുസ്തകങ്ങൾ പറ്റിയില്ലേ? എന്താ പുസ്തകങ്ങളെ പറ്റി എഴുതാതിരുന്നത്? പുസ്തകം കാണാതിരിക്കില്ലല്ലോ എന്തായാലും. പോയിസ് ഗാർഡനിൽ ഇത്രയും റെയ്ഡ് നടന്നപ്പോൾ ആ തുറന്ന അലമാരയിൽ, ഗ്ലാസിട്ട അലമാരയിൽ ആ പുസ്തകങ്ങൾ കാണാതിരിക്കില്ല. 10,000 പുസ്തകങ്ങൾ ഒരാൾക്ക് ചിലപ്പോൾ വായിച്ചു തീർക്കാൻ കഴിയില്ല. പക്ഷെ ഇത്രയും പുസ്തകങ്ങൾ വാങ്ങാൻ അവർക്കുള്ള താല്പര്യം, അതിൽ കുറേയൊക്കെ അവർ വായിച്ചിട്ടുണ്ടാവും, അവർക്ക് അത്രയല്ലേ സമയം കിട്ടുള്ളൂ. പക്ഷെ അവർ വാങ്ങിച്ച പുസ്തകങ്ങളല്ലേ അതെല്ലാം. ഒരാളും താല്പര്യമില്ലെങ്കിൽ വാങ്ങിക്കൂട്ടില്ലല്ലോ സാധനങ്ങൾ. ഇനി നമുക്ക് പറയാം അവർക്ക് പ്രൈസായിട്ടോ അല്ലെ സമ്മാനമായിട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണെന്ന്. ഗിഫ്റ്റായിട്ട് കിട്ടുന്ന പുസ്തകങ്ങളാണെങ്കിൽ പോലും 500 പുസ്തകങ്ങളൊക്കെ കിട്ടുള്ളൂ കൂടി വന്നാൽ. 10,000 പുസ്തകങ്ങളാണ് അവർക്ക്, 10,000 പുസ്തകങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ലൈബ്രറിയിൽ. അത് പുറം ലോകം അറിയിച്ചില്ല. അതേപോലെ ഒരു സാമ്യത കവിയൂർ പൊന്നമ്മയ്ക്കുമുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ വീട് ഒരു പുഴത്തീരത്താണ് അവരെടുത്തിരുന്നത്. ആ പുഴത്തീരത്തുള്ള വീട്ടിലെ റൂമിലെല്ലാം കൃഷ്ണ രൂപങ്ങളും, അതേപോലെ അവർക്ക് 1,000-ഓളം പുസ്തകങ്ങളും അവരുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. നല്ലോണം വായനാശീലമുള്ളവരായിരുന്നു അവർ. അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പറയുന്നതിന് കാരണങ്ങളുമുണ്ട്. അടുത്തറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ 2000-ൽ ഉത്തമൻ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഒറ്റപ്പാലം ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ എന്നോട് ഡയറക്ടർ, അതിൽ ഡയറക്ടർ 2 ആളാണ്, അനിൽ ബാബു. അതിൽ ബാബുവേട്ടനുമായിട്ട് എനിക്ക് നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ ബാബുവേട്ടനാണ് എന്നോട് ഫോൺ ചെയ്യുന്നത്, സത്യ നാളെ ഒറ്റപ്പാലത്ത് എത്തണം, ഒറ്റപ്പാലത്ത് TV-യിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെയും പറഞ്ഞു. പക്ഷേ അന്നാണ് എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി, മഞ്ചേരിയിൽ ഇലക്ഷൻ ഡ്യൂട്ടിയാണ്. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുത്തില്ലെങ്കിലുള്ള വിഷമങ്ങൾ അറിയാലോ. ജീവനക്കാർക്ക് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സിനിമ എൻ്റെ പാഷനും ജോലി എൻ്റെ ജീവനും ജീവിതവുമാണ്. ഞാൻ മനസ്സോടെ ഇലക്ഷൻ ഡ്യൂട്ടി മഞ്ചേരിക്ക് പോയി. എനിക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കി കിട്ടിയത് ഉച്ചയ്ക്ക് 1:30-ക്കാണ്. 1:30-ക്ക് എന്തായാലും ലൊക്കേഷനിലേക്ക് പോയാൽ എത്തില്ല. ഞാൻ അപ്പം തന്നെ പുറപ്പെട്ടു. പിറ്റേന്ന് രാവിലെ ഒറ്റപ്പാലം TV-യിൽ ആണ് ലൊക്കേഷൻ. അന്ന് ഒറ്റപ്പാലം TV-യിലെത്തുമ്പോൾ ജനത്തിരക്കാണ്. ഇന്നത്തെ പോലെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് ജനങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അന്ന് ജനസമുദ്രമാണ് അവിടെ. ഒരു അത്രമാത്രം ആൾക്കാരായിരുന്നു അവിടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പോയി ഡയറക്ടർ അടുത്ത് പോയപ്പോൾ ഡയറക്ടർ ഒരു നോട്ടം തന്നെ, ഒരു രൂക്ഷമായ നോട്ടമാണ്. എനിക്കൊരു പന്തികേട് തോന്നി, എന്തോ ഒന്നുണ്ട്. ഇന്നലെ എന്നോട് വരാൻ പറഞ്ഞതല്ലേ. എന്നോട് പറഞ്ഞു, സത്യൻ എന്താ ഇന്നലെ വന്നില്ല? ഞാൻ കാരണം പറഞ്ഞു. മാഷുമാരൊന്നും ഈ പണിക്ക് പറ്റില്ല. മാഷുമാർക്കൊക്കെ അവരുടേതായിട്ടുള്ള വർക്കുകളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളും അവരുടേതായിട്ടുള്ള ഒരു ലോകമാണ്. ഇത് സിനിമാ ലോകമാണ്. ഇവിടെ സെക്കൻഡിന് പൈസയാണ്, പൈസ ചെലവാവുമാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയില്ല. എന്നോട് കാര്യങ്ങളൊന്നും പറയണ്ട. ഞങ്ങൾ ഇന്നലെ 2:30 വരെ കാത്തിരുന്നു. അത് കേട്ടതോടുകൂടി ഞാനൊന്ന് വയ്യോട്ടടിച്ചു. ഒന്നും മിണ്ടാൻ പോയില്ല. ഞാനൊരു സൈഡ് മാറി നിന്ന്, ഏതായാലും വന്നില്ലേ, ഈ ലൊക്കേഷനൊക്കെ ഒന്ന് കാണാം, ഷൂട്ടിംഗ് ഒന്ന് കാണാം. നടന്മാരെ നടികളൊക്കെ നമ്മൾ കാണുന്നതാണ്, എന്നാലും ഷൂട്ടിംഗ് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് കാത്തിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ നിങ്ങളോട് വന്നിട്ട് ചായ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞു. എല്ലാവർക്കും ചായ കൊണ്ടു കൊടുക്കലാണ്. എന്തോ എന്നെ വിളിച്ചിരുത്തി ചായ തന്നു. കുറച്ചൊരു സമാധാനമായി. പിന്നെയും ഞാൻ അവിടെ പോയിരുന്നു, പോയൊരു കസേരയിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഡയറക്ടർ വിളിക്കുന്നുണ്ട്. ഞാൻ വേഗം ഡയറക്ടറുടെ അടുത്ത് പോയി, ബാബുവേട്ടൻ്റെ അടുത്ത് പോയി. ബാബുവേട്ടൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ഉള്ളിൽ എല്ലാ നടന്മാരൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞു. കുറച്ചൊരു സമാധാനമായി എനിക്ക്. ഞാൻ TV-ൻ്റെ ഉള്ളിൽ പോയി വാതിലിനടുത്ത് നിൽക്കുമ്പോൾ
നമ്മുടെ നടന്മാരും നടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒഴിഞ്ഞ കസേരയൊന്നുമില്ല. എങ്ങനെയാണ് അവരെടുത്ത് പോയിട്ട് ഇരിക്കുക? ഇനി കസേര ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടല്ലേ നേരിട്ട് പലരെയും നേരിട്ട് കണ്ടിട്ടുണ്ട്, കാണാത്തവരുമുണ്ട്. അതിൽ സിദ്ദിഖുണ്ട്, ഇന്നസെൻ്റ് ഉണ്ട്, ജയറാമുണ്ട്, ബാബുരാജുണ്ട്, പവിത്രനുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, കൊച്ചുപ്രേമനുണ്ട്, പിന്നെ അതിലെ നായിക നടിയുണ്ട്, അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മയുണ്ട്, സിന്ധുവാണ് നായിക നടി. അപ്പോൾ ഇവരെല്ലാവരും എന്നെ നോക്കുന്നുണ്ട്, എന്നോട് ചിരിക്കുന്നൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നോക്കുക വാതിലിൻ്റെ അടുത്തേക്ക്. എല്ലാവരും പിന്നെയും അവരുടേതായിട്ടുള്ള വർത്തമാനത്തിലേക്ക് പോയി. അപ്പോഴാണ് കവിയൂർ പൊന്നം എന്നെ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് വാതിലിനടുത്തേക്ക്. എന്നെ കണ്ടപ്പോൾ മോൻ വാ എന്നാണ് വിളിച്ചത്. ആദ്യമായിട്ട് കാണുകയാണ്. മോൻ വാ. ആ വിളി കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. അതും അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ മെല്ലെ അവരുടെ അടുത്തേക്ക് ചെന്നു. അവരെന്നെ വിളിച്ചു, വാ മോൻ വാ എന്ന്. മോൻ വാ എന്ന് വിളിക്കുന്ന വിളി അതൊരു സുഖം തന്നെയല്ലേ. നമ്മളൊരു അന്യദേശത്ത് സ്ഥലത്ത് പോയപ്പോൾ നമ്മളെ മോനെന്ന് വിളിക്കുക, അതും ഒരു പ്രശസ്ത സിനിമാ താരം. ഞാൻ മെല്ലെ അവരെടുത്ത് പോയി നിന്ന്. അവർ പറഞ്ഞു ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവരെണീറ്റു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ചേച്ചി ഇരിക്കൂ, ഞാൻ ഇവിടെ നിന്നോളാം. അതൊന്നും വേണ്ട, മോനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. നിർബന്ധിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടെ ഞാൻ അവിടെ ഇരുന്നു. അവരെന്ത് ചെയ്തു, തൊട്ടടുത്ത റൂമിൽ പോയിട്ട് ഒരു കസേര എടുത്തു കൊണ്ടുവന്നു, പ്ലാസ്റ്റിക് കസേര എടുത്തു കൊണ്ടുവന്നു എൻ്റെ അടുത്ത് ഇരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. മറ്റാരും സംസാരിച്ചില്ല, ഒരാളും എന്നോട് സംസാരിച്ചില്ല. അപ്പോൾ അവിടെയാണ് കവിയൂർ പൊന്നമ്മയുടെ ആ അമ്മയുടെ മനസ്സ് അറിയേണ്ടത്. അത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ 27 ദിവസം ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് 2 വർഷങ്ങൾക്ക് ശേഷം തിരക്കഥയുടെ ഷൂട്ടിംഗ് സമയത്താണ് ഞങ്ങൾ കാണുന്നത്. പിന്നീട് രഞ്ജിത്ത് ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ തിരക്കഥ എന്ന സിനിമയിൽ എനിക്കൊരു DYSPയുടെ വേഷം ഉണ്ടായിരുന്നു. ചെറിയ വേഷമാണ്. അപ്പോഴും അവരെന്നെ കണ്ടു, മോനെ വാ എന്ന് പറയുകയും ഞാൻ അടുത്ത് ചെന്ന് നിൽക്കുകയും അപ്പോഴാണ് അവർ രഞ്ജിത്തിനെ പരിചയപ്പെടുത്തുന്നത്. രഞ്ജിത്തെ, ഇത് ഉത്തമനിലെ അഭിനയിച്ച ആളാണ്, എൻ്റെ പേരൊന്നും അവർക്കറിയില്ല. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, അറിയാം, എനിക്കറിയാം, കാരണം രഞ്ജിത്തും ഞാനും ഒരു അധ്യാപകരായിട്ട് തന്നെ ഒരു സിനിമയിൽ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് സാർ തന്നെയാണ് എന്നെ തിരക്കഥയിലേക്ക് വിളിച്ചത്. അപ്പോൾ നിങ്ങൾ പഴയ പരിചയക്കാരാണല്ലേ എന്നൊരു ഡയലോഗ് കവിയൂർ പൊന്നമ്മ പറയുകയുണ്ടായി. അപ്പോൾ ആ അമ്മയെക്കുറിച്ച് പറയാതിരുന്നാൽ വിഷമമാണ്. പിന്നെ മറ്റൊരു കാര്യം, ജയലളിതയും കവിയൂർ പൊന്നമ്മയുടെയും സാമ്യതകൾ ഞാൻ പറഞ്ഞല്ലോ. 2 സാമ്യതകൾ ഞാൻ പറഞ്ഞു. രണ്ടും, ഒന്ന് തമിഴകത്തിൻ്റെ അമ്മ, ഒന്ന് മലയാളത്തിൻ്റെ അമ്മ. ഒന്ന് പിന്നെ ഏറ്റവും നല്ല നടിയും പിന്നെ സിനിമാ നടിയാണ്. ഇവരും സിനിമാ താരമാണ്, നല്ല നടിയാണ്. മറ്റൊന്ന് ഇവരുടെ മരണമാണ്. ജയലളിതയുടെ മരണം നടന്നത് വളരെ വേദനാജനകമായിരുന്നു. കാരണം ജയലളിതയുടെ അവസാന കാലഘട്ടത്തിൽ എവിടെയാണ്, ഹോസ്പിറ്റൽ എന്താണ്, ICUലാണോ റൂമിലാണോ ഒന്നും അറിയില്ല, ഏതവസ്ഥയിലാണ്, കോമ സ്റ്റേജിലാണോ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഒന്നും ആരോടും ഒരു വിവരവും പുറത്തറിയിക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു അത് ജയലളിതയുടേത്. കാരണം പ്രശസ്തിയുടെ ഉന്നതങ്ങളിൽ നിൽക്കുക, മുഖ്യമന്ത്രിയായിട്ട് തമിഴകത്തിൽ വളരെ വർഷങ്ങൾ മുഖ്യമന്ത്രിയായിരുന്നു, രാഷ്ട്രീയ നേതൃത്വ നിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജയലളിത, പേരും പ്രശസ്തിയും അതുപോലെ പണവുമുള്ള ജയലളിതയുടെ അവസാന നാളുകൾ വളരെ വിഷമമായിരുന്നു. അവരെപ്പറ്റി ഒരു വിവരവും നമുക്ക് ലഭിച്ചില്ല. മരണത്തിന് ശേഷം തന്നെ വളരെ വിവാദങ്ങളുണ്ടായിരുന്നു. ആ വിവാദങ്ങളൊക്കെ പിന്നെ കെട്ടടങ്ങുകയാണ് ചെയ്തത്. സത്യാവസ്ഥയൊന്നും ആർക്കും അറിയില്ല. അതൊരു നല്ല മരണമായി ഇരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന്, കവിയൂർ പൊന്നമ്മയുടെ മരണം. കവിയൂർ പൊന്നമ്മയുടെ മരണം നടക്കുമ്പോൾ സിനിമയുടെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. സിനിമ എന്നത്തെക്കാലത്തും പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ഈ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മറ്റു പല വിഷയങ്ങളുടെയും സമയത്ത് ആണ് അവരുടെ മരണം. മരണാനന്തര ക്രിയകളുടെയും മരണാനന്തര ബഹുമതികളല്ല ഞാൻ പറയുന്ന, മരണാനന്തര ചടങ്ങുകളുടെയോ ദൃശ്യങ്ങളോ
ഫോട്ടോകളോ ഒന്നും കൂടുതലൊന്നും വന്നില്ല. അവരഭിനയിച്ച ക്ലിപ്പിങ്സ്, സിനിമയുടെ ക്ലിപ്പിങ്സ് ഒന്നും ടി വിയിലൊന്നും കാണിച്ചില്ല. അവരൊപ്പരം പ്രമുഖരായി അഭിനയിച്ച പലരും അവരെ പറ്റി ഒരു വാക്കുപോലും എഴുതിയതായിട്ടോ പത്രങ്ങളിലോ ടി വിയിലോ കണ്ടില്ല. അത് വേദനിപ്പിച്ചു. കാരണം ഇത്രയും കാലം അവരോടൊപ്പം അഭിനയിച്ച എത്ര പേരുണ്ട്. അവരിൽ ചുരുക്കം ചിലരും മാത്രമേ അവരെക്കുറിച്ച് എഴുതിയുള്ളൂ. ഇനി പത്രങ്ങൾ എഴുതായിട്ടോ ടി വി മറ്റ് ന്യൂസുകൾ വന്നപ്പോൾ വേണ്ട എന്ന് വെച്ചതോ എന്തായാലും അത് ശരിയായില്ല. ആ ഒരു തീരുമാനം ശരിയായില്ല എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ആ മലയാളിത്തത്തിൻ്റെ ആ കവിയൂർ പൊന്നമ്മയെക്കുറിച്ച് പിന്നെ വേണ്ടത്ര പടങ്ങളോ അല്ലെങ്കിൽ അവരഭിനയിച്ച കഥാപാത്രങ്ങളുടെ പിന്നെ ക്ലിപ്പിങ്സോ ഒന്നും ടി വിയിലൊന്നും കണ്ടില്ല. എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഉത്തമൻ സിനിമയിൽ സിദ്ദിഖിൻ്റെ അമ്മയായിട്ട്, വാത്സല്യനിധിയായ അമ്മയായിട്ട്, അതേപോലെ പിന്നെ ജയറാമിനെ ഒരു മകനെ പോലെ ആ വീട്ടിൽ സ്വീകരിച്ചിരുത്തുകയും ഒക്കെ ചെയ്ത അമ്മയെ പോലെ രണ്ടുപേരും ഞാൻ പെറ്റില്ലെങ്കിലും എൻ്റെ മകനാണ് ജയറാം എന്ന രീതിയിൽ ആ ഒരു നല്ല കഥാപാത്രമായിരുന്നു ആ പടത്തിലുണ്ടായി. തിരക്കഥയ്ക്ക് അതിൽ പിന്നെ അവാർഡൊക്കെ ലഭിച്ചിരുന്നതായിരുന്നു ആ പടത്തിന്. ആ പടത്തിൻ്റെ ക്ലിപ്പിങ്സ് പോലും ഇവിടെ കൊടുത്തില്ല. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, നമ്മളുടെ മരിച്ചു കഴിഞ്ഞാലെങ്കിലും അവർക്ക് കിട്ടേണ്ട ആ ഒരു പ്രശസ്തി അവർക്ക് ലഭിച്ചില്ല എന്ന് ദുഃഖപൂർവം പറയട്ടെ. എന്തായാലും ഈ കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു നിത്യശാന്തി നേർന്നുകൊണ്ട്, നന്മ നേർന്നുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.